ഹലോ ഗായ്സ്, വെൽക്കം ടു മല്ലുപ്പൺ കാനഡ. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് സിൽവൻ ലേക്കാണ്. നിങ്ങളോർക്കും അത് എവിടെയാണ്? കാനഡയിൽ ആൽബർട്ട പ്രൊവിൻസിലെ ഒരു സ്ഥലമാണ് സിൽവൻ ലേക്ക്. കാനഡയിൽ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ വഴിനീളം പച്ചപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒപ്പം ആൾക്കാർക്ക് അവരുടെ ബൈക്കൊക്കെ പുറത്തിറക്കാൻ പറ്റിയ സമയം കൂടിയാണ്. സിൽവൻ ലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് റെൻ്റൽ സർവീസ് വഴി എടുത്ത പാൻറ്റൂൺ ബോട്ട് 3 മണിക്കൂറത്തേക്ക് ഓടിക്കുക എന്നതാണ്. 3 മണിക്കൂറത്തേക്ക് ഏകദേശം $440 ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പെട്രോൾ. സിൽവനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് കാണുന്നതാണ് അക്വ സ്പ്ലാഷ്. കൂടുതലും പിള്ളേർക്കാണ് അതിൽ കയറാൻ സാധിക്കുന്നത്. ബോട്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കുന്ന ചെറുക്കന്മാരും അവിടെ കാണാം. നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന പോലെ നമ്മൾ തന്നെ വേണം റെൻറ്റ് ചെയ്ത ബോട്ട് ഓടിക്കാൻ. അപ്പോൾ ആദ്യമേ അവർ നമ്മളെ ഒന്ന് പഠിപ്പിക്കും എങ്ങനെയാണ് ഇത് ഓടിക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ നമ്മൾ അതിൽ നമ്മുടെ 3 മണിക്കൂറത്തെ യാത്ര തുടങ്ങിയൊക്കെയാണ്. നമുക്ക് വെള്ളത്തിലിറങ്ങുക, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഫിഷിങ് ചെയ്യാം. അതൊക്കെ ഇവിടെ പാൻറ്റൂൺ ബോട്ട് മാത്രമല്ല റെൻ്റലിന് കിട്ടുന്നത്. സ്പീഡ് ബോട്ട്, പാഡിൽ ബോട്ട്, കയാക്കിംഗ് ബോട്ട്, പിന്നെന്താ സീഡു ബോട്ടിൽ, ലക്ഷറീസ് ബോട്ട് എല്ലാം തന്നെ റെൻ്റലിന് കിട്ടും. എല്ലാത്തിനും ഡിഫറെൻറ്റ് ചാർജസാണ്. ആൾക്കാർ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും വരും. സൈഡിലായിട്ടൊരു ബീച്ച് സൈഡ് പോലെയുണ്ട്. ഇത് പക്ഷേ ബീച്ചല്ല, ഇതൊരു ലേക്ക് ആണെങ്കിലും ബീച്ച് സൈഡ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അവിടെ ആൾക്കാർക്ക്, അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ളതും എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. നമുക്കിതിൻ്റെ സൈഡിൽ കൂടെ ലക്ഷറീസ് ആയിട്ടുള്ള വീടുകൾ കാണാൻ പറ്റും. അവരുടെ ലേക്ക് ഹൗസുകളായിരിക്കും, നല്ല രസമുള്ള വീടുകൾ. നമ്മൾ ആർക്കാണെങ്കിലും ഈ ലേക്ക് ഹൗസുകൾ നമുക്ക് ഈ ലേക്കിൽ ചാടാൻ സാധിക്കും. അപ്പം ആദ്യത്തെ ഒരു ട്രയലിന് വേണ്ടി നമ്മുടെ ഫാമിലി ഫ്രണ്ട് ചേട്ടൻ ചാടിയിട്ട് പറഞ്ഞു, ആരും ഇറങ്ങണ്ട, നല്ല തണുപ്പ് വേണ്ടി. അതുകൊണ്ട് പിന്നെ ആരും ഇറങ്ങാൻ പോയില്ല. സൈഡിൽ അക്വസ്പെഷ്യൽ പിള്ളേർ ചാടുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ ചാടി, അവരെങ്ങനെയാണ് തണുപ്പ് സഹിച്ചെന്ന് നമുക്കറിഞ്ഞൂടാ. സമ്മർ ആണെങ്കിൽ പോലും വെള്ളത്തിന് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. ഫിഷിങ്ങിനൊക്കെ വരാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലേസ് ആണ്. കാരണം നമ്മൾ നല്ല വലിയ മീനുകൾ നമ്മൾ സൈഡിൽ കൂടെ പോയപ്പം കാണുന്നുണ്ടായി. കൂടാതെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പിള്ളേർക്കുള്ള കുറേ പാർക്കുകളുണ്ട്. പിന്നെ ബീച്ച് സൈഡ് ആണെങ്കിലും ആൾക്കാർ എല്ലാം ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും വെള്ളത്തിലിറങ്ങി അത്യാവശ്യം കളിക്കുന്നുണ്ട്. അവരുടെ കയാക്കിംഗ് ബോട്ട് ഓടിക്കുന്നുണ്ട്. ഇത് നമ്മൾ സൈഡിൽ കൂടി ഒന്ന് റീൽസ് എടുത്തതാണ്. എല്ലാവരും ഒന്ന് പാൻറ്റൂൺ ബോട്ട് ഒന്ന് ഓടിച്ചു നോക്കി. അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത തവണ കാണുന്നതോടം വരെ എല്ലാവർക്കും ബൈ ബൈ.